നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താമോ എന്നെ ഇവിടുന്ന് പോകാൻ നിങ്ങൾ അനുവദിക്കണം. അതിന് മാത്രം എന്ത് കാരണം ഇപ്പൊ നിനക്കുള്ളത്? ഞാൻ ഇനി ഇവിടെ നിന്ന അതിന്റെ ദോഷം നിങ്ങൾക്കാ. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നഷ്ടപ്പെടും. അമ്മയും കൊണ്ട് നിനക്ക് വീട് വിട്ട് തന്നെ പോകേണ്ടി വരും. എന്തൊക്കെയാ പറയുന്ന? ഇതെന്റെ അമ്മയുടെ വീടാ. അമ്മ എവിടെ പോവാനാ? നിങ്ങൾക്ക് ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. ദയവേത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ബിസിനസ് എല്ലാം കൈക്കലാക്കാനുള്ള ശ്രമം കവിത ചേച്ചി തുടങ്ങിക്കഴിഞ്ഞു. അതിന് എന്നെ മറയാക്കി വെച്ചിരിക്കുന്ന. നിങ്ങളോടത് പറയാൻ ആവശ്യപ്പെട്ടിട്ടാ കവിത ചേച്ചി പോയിരിക്കുന്നത്. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പുറത്തറിയിക്കുന്ന ഭീഷണി. ഞാൻ ഇവിടെ നിന്ന് പോയ കവിത ചേച്ചിയുടെ ആവശ്യം നടക്കാതെ വരും. ഒരു തെളിവില്ലാതെയാ അപ്പച്ചോരെന്ന് പറയുന്നത്. നിന്നെ സമ്മർദ്ദത്തിൽപ്പെടുത്തി സത്യം മനസ്സിലാക്കാനുള്ള അപ്പച്ചിയുടെ ശ്രമമാണെന്ന് എത്ര വട്ടം നിന്നോട് ഞാൻ പറയണം? അപ്പച്ചിയുടെ മുമ്പിൽ നീ അടിയറവ് പറയാത്ത കാലത്തോളം അവർക്കൊന്നും നിന്നെ ചെയ്യാനാവില്ല. തന്റെ അടുത്തോടെ നേരിടുന്നതിന് പകരം രക്ഷപ്പെട്ടു പോകാനാണോ നീ ശ്രമിക്കുന്നത്? ഒരു വെളിപ്പെടുത്തൽ പോരെ എല്ലാം പുറത്താവാൻ. ഒരു തെളിവും കയ്യിലില്ലാതെ എന്ത് വെളിപ്പെടുത്തൽ അവർ നടത്താൻ പോകുന്ന? നമ്മളത് നിഷേധിക്കണം. നിന്റെ ബന്ധുക്കളൊക്കെ പെരുവണ്ണാപുരം വിട്ടുപോയി. അവരെവിടെയുണ്ടെന്ന് നിനക്ക് അറിയില്ല എന്ന് പറയണം. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ നീ കുറച്ച് ധൈര്യം കാണിക്കേ. ഇവിടുന്ന് പോയാൽ രക്ഷപ്പെടുമെന്നാണ് കരുതുന്നത്? നിന്നൊരു ആപൽഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നവനാ ഞാൻ. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് ഒരു വട്ടമെങ്കിലും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ജീവിതം ഇനി എങ്ങനെ ആയാൽ തന്നെ മനസ്സിൽ പോലും ഞാനത് ചിന്തിക്കില്ല. അതൊരു മനുഷ്യജീവിയോട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ സൽപ്രവൃത്തിയായിരുന്നു. മനസ്സുകൊണ്ട് പോലും നിന്നെ ഞാൻ ഭാര്യയായിട്ടോ നീ എന്റെ ഭർത്താവായിട്ടോ കണ്ടിട്ടില്ല. നീ ഇവിടെ കാലുകുത്തിയത് സ്വാതിയുടെ അനിയത്തിയായിട്ടാ, അല്ലാതെ ഞാൻ താലി കിട്ടിയ പെണ്ണായിട്ടല്ല. എന്താ ശരിയല്ലേ? അത് തന്നെയാ സത്യം. പ്രാണനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ ഇങ്ങനൊരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അവളെ ശരിക്കും അറിയുന്നത് നീയും ഞാനും മാത്രമാ. ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഈ വീട്ടിലുള്ളവർ സ്വാതിയുടെ വിധി അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്കും നിനക്കും അതിന് കഴിയൂ. സ്വാതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോഴും എന്റെ മനസ്സ് പൊട്ടിപ്പോകുന്നത് നിന്റെ മുമ്പിലാ. എനിക്ക് ആശ്വാസം നീയായിപ്പോ. അത് ഈ താലിമാല കണ്ടിട്ടല്ല, പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിനക്കുള്ളതുകൊണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.